വിടടാ, അച്ഛനാടാ, വിടടാ മോനെ, വിടടാ, വിട് മോനെ, എടാ മോളെ മോനെ, വിടടാ മോനെ, അടിക്കല്ലടാ അച്ഛനാടാ, അടിക്കല്ലടാ മോനെ, അടിക്കല അച്ഛനടിക്കല്ലടാ മോനെ, നീക്കടാ, എടാ അമ്മ വിളിക്കണടാ. എന്തൊക്കെടാ നിന്റെ കയ്യിൽ ഇതൊക്കെ, എന്തൊക്കെയാ കുത്തിവെച്ചേക്കണേ മോനെ? കണ്ടു കണ്ടു, ഇല്ല ഇല്ല ഇല്ല, കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. മോള് വാ വാ, നമുക്ക് സ്റ്റേഷനിൽ പോവാട്ടോ. ഇല്ല, അവരൊന്നും ഇനി മോളൊന്നും ചെയ്യില്ല. മോള് വാ, മോള് വാ, നമുക്ക് സ്റ്റേഷനിൽ പോവാട്ടോ. മോള് ഇവിടെ ഇരിക്കട്ടോ, മോള് ഇവിടെ സാറേ, ശരി വേണം. ശരിയും കൂടി, ശരിയും കൂടി. SI സാറൊന്ന് കാണാമെന്ന്. സാറേ, ഈ 8 വയസ്സുകാരി മോളെ രക്ഷിച്ചു വന്നതാ. പരാതിയൊന്നുമില്ല സാറേ, ഈ മോളെ രക്ഷിക്കാൻ എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. മോളെ തല്ലിക്ക് കൊല്ലേണ്ടി വന്നു സാറേ. എന്റെ അമ്മ കഞ്ചം എന്തൊക്കെയാണ് ഇത്ര കയ്യിലൊക്കെ കുത്തിവെച്ച് എന്റെ മോനെ എന്നെ പോലെ തിരിച്ചറിഞ്ഞില്ല സാറ്. എന്റെ കൂട്ടുകാരനൊരുത്തനുണ്ട്, അവനോടി രക്ഷപ്പെട്ടിട്ടുണ്ട്. വിടരുത് സാറേ, ഇതുപോലുള്ള ഒരുത്തന് വിടരുത് സാറേ. പിന്നെ ഒരപേക്ഷയുണ്ട്, അവന്റെ ജഡണ്ട് അവിടെ കിടക്കണു. അതുമല്ല, പട്ടിയോ കുറുക്കനോ ഉറുമ്പരിക്കുന്നതിന്റെ മുമ്പ് അവിടുന്ന് മാറ്റണം. ആ എടി കണ്ടു, ഞാൻ അവനെ കണ്ടു. പക്ഷേ ഇനി നമ്മൾ അവനെ കാണണ്ട, ഇനി നമ്മൾ അവനെ കാണണ്ട, ഇനി നമ്മൾ അവനെ കാണണ്ട. കണ്ടോ, നിങ്ങളവനെ കണ്ടുവോ? അതുപോലൊരു കാഴ്ച നിങ്ങള് ഒരു രക്ഷിതാവിനും ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലൊരു മകൻ ഒരമ്മയ്ക്ക് പിറക്കാതിരിക്കട്ടെ. ഇതുപോലൊരു അച്ഛൻ ഇനി നാട്ടിലില്ലാതിരിക്കട്ടെ. സേവ് മണ്ണാർക്കാട് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. സേവ് മണ്ണാർക്കാടിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവ് കുട്ടിക്കൂട്ടം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മെയ് 30, 31 തീയതികളിൽ മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ ലഹരിയുടെ വ്യാപനവും അതിനോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റാത്ത രീതിയിലാണ്. സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു, അച്ഛനെ ചവിട്ടിക്കൊല്ലുന്നു. ചെറുപ്പക്കാർ 15നും 25നും മധ്യ പ്രായമുള്ള നമ്മുടെ കുട്ടികളെ ഈ ലഹരി മാഫിയ അവർക്ക് അതിനടിമകളാക്കുകയും അവരെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നന്മ പ്രവർത്തിക്കേണ്ട ആ സമൂഹത്തെ തിന്മയിലേക്കും അരാജകത്വത്തിലേക്കും തള്ളിവിടുന്ന ഈ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കേണ്ടത്.
ഇവിടെ ബോധവൽക്കരണം, അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനം പോലീസുമായും എക്സൈസുമായും അതുപോലെ തന്നെ നഗരസഭയുമായും ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്താൽ മാത്രമേ നമുക്ക് ഇതിനെ തടയിടാൻ കഴിയുകയുള്ളൂ. 2 ദിവസങ്ങളിലായി നടക്കുന്ന സന്ദേശയാത്ര ആദ്യ ദിനം മണ്ണാർക്കാട് ടൌൺ, ചിറക്കൽപ്പടി, കാഞ്ഞിരം, തെങ്കര, പുഞ്ചക്കോട് പ്രദേശങ്ങളിലും, 2ാം ദിനത്തിൽ അലനല്ലൂർ, കോട്ടോപ്പാടം, ആര്യമ്പാവ്, കുമരംപുത്തൂർ, ചുങ്കം തുടങ്ങിയ സ്ഥലങ്ങളിലും പര്യടനം നടത്തും. കുട്ടികളുടെ ഫ്ളാഷ് മോബ്, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രസംഗങ്ങൾ, ഗാനങ്ങൾ, സലീം ചുങ്കം അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് ചെയർമാൻ ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അബ്ദുൽ ഹാദി അറക്കൽ, നഷീദ് പിലാക്കൽ, റിഫായ് ജിഫ്രി, ഉമ്മർ റീഗൽ, ഫക്രുദ്ദീൻ, റംഷാദ്, അബുറജ, പ്രവർത്തകരായ ലഫ്റ്റനന്റ് ഹംസ മാസ്റ്റർ, ഫൌസിയ, സുഹറ ഫാത്തിമ, ഹബീബ, ഷെറീന, ഫസൽ റഹ്മാൻ, ജലീൽ, വിഷ്ണു, നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. The pleasure of personal banking.